ജർമ്മനിയിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാം, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഒരു ഫാർമസിസ്റ്റിന് ജർമ്മനിയിൽ ജോലി ചെയ്യുമ്പം, അതുപോലെ എങ്ങനെ നിങ്ങൾക്ക് അപ്രൊബേഷനും അതിൻ്റെ ലൈസൻസ് ഒക്കെ നേടാൻ സാധിക്കും, എങ്ങനെയാണ് ഒരു ഫാർമസിസ്റ്റിൻ്റെ ഒരു ദിവസം കടന്നു പോകുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിന്ന് പറഞ്ഞു തരുന്നത് അനുജ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി, വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനുജ. ഞാൻ നാട്ടിൽ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞങ്ങളിവിടെ കൊളോണിൽ താമസിക്കുന്നു. ഞാനിവിടെ ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യുക. ചേച്ചി, അപ്പോൾ ബി.ഫാം നാട്ടിൽ എവിടെയാണ് പഠിച്ചത്? ബി.ഫാം ഞാൻ നാട്ടിൽ പുഷ്പേരിയിലാണ് പഠിച്ചത്, തിരുവല്ല. അതുപോലെ എത്ര വർഷമായി ചേച്ചി ഇപ്പോൾ ജർമ്മനിയിൽ താമസിക്കുന്നു? ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഒരു 8 വർഷമായി. ഇപ്പോൾ ചേച്ചി ജർമ്മനിയിൽ വന്നു കല്യാണം കഴിഞ്ഞിട്ട്, പിന്നെ ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ എന്തായിരുന്നു ചേച്ചിയുടെ ഇനീഷ്യൽ സ്റ്റെപ്സ്? ഞാൻ നാട്ടിൽ ഒരു 4 വർഷം ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടോട്ട് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ അന്വേഷിച്ചപ്പം ഇവിടെ ഞാൻ ജർമ്മൻ ഒന്നും ഇല്ലാതെ വന്നത്. അപ്പോൾ ആദ്യം ജർമ്മൻ പഠിച്ചു, A1 A2 B1 കഴിഞ്ഞിട്ട് ടെൽക്ക് എക്സാം എഴുതി. അത് കഴിഞ്ഞിട്ട് B2 വേണമെന്ന് പറഞ്ഞു. അങ്ങനെ B2 ചെയ്തു. ഇവിടെ ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യണമെങ്കിൽ മെഡിക്കൽ C1 വേണം. മെഡിക്കൽ C1 എന്ന് പറഞ്ഞാൽ B2 വരെ. അത് കഴിഞ്ഞിട്ട് ഒരു ഒരു കോഴ്സാണ്. അത് ജസ്റ്റ് മെഡിക്കൽ ടെർമിനോളജി മാത്രം വെച്ചിട്ട് ഒരു പേഷ്യൻ കോൺവെർസേഷൻ എങ്ങനെ ചെയ്യാം, ഫാർമസിസ്റ്റ് കോൺവെർസേഷൻ എങ്ങനെ ചെയ്യാം, കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് എങ്ങനെ ഒരു കോൺവെർസേഷൻ ചെയ്യാം, പിന്നെ ഒരു ഡോക്ടറുമായിട്ട് എങ്ങനെ കോൺവെർസേഷൻ ചെയ്യാം, അതെല്ലാം പഠിക്കുന്ന ഒരു കോഴ്സ് ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ചേച്ചി C1 വരെ കംപ്ലീറ്റ് ചെയ്തു, മെഡിക്കൽ C1 വരെ. ഓക്കെ. അപ്പോൾ ചേച്ചി മെഡിക്കൽ C1 വരെ പഠിക്കാനായിട്ടുള്ള ഫണ്ടിങ് എങ്ങനെയായിരുന്നു? ചേച്ചി സ്വന്തമായിട്ട് പൈസ കൊടുത്താണോ പഠിച്ചത്, അതോ എന്തെങ്കിലും ഫണ്ടിങ് കിട്ടിയോ? ഞാൻ ആഗൻഡോഫ് ആബായിട്ട് ഒരു ജോബ് ഏജൻസി ഇവിടെ എല്ലാ സ്റ്റേറ്റിനും ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ അവരെന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു എൻ്റെ കോഴ്സുകൾക്ക് വേണ്ടിയെല്ലാം. B1 B2 വരെ അവർ പകുതി ഫീസ് തന്നു. പിന്നെ എൻ്റെ B2 C1 ലാംഗ്വേജ് കോഴ്സ് ഫുള്ളാണ് അവർ പേ ചെയ്തത്. ഫുൾ ഫണ്ടിങ് അവരുടെ നിന്ന് കിട്ടി? ഫുൾ ഫണ്ടിങ് അവരുടെ നിന്ന് കിട്ടി. എൻ്റെ ട്രാവൽ എക്സ്പെൻസും എല്ലാം അവരാണ് ചെയ്തതാണ്. ജർമ്മനിയിൽ ഒരു ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യണമെങ്കിൽ ജസ്റ്റ് ജർമ്മൻ മാത്രം പോരാ, അതിന് ഒരു അപ്രൊബച്യോൺ എന്ന് പറയും, അത് നമ്മൾ ചെയ്യണം. അത് ഡോക്ടർമാർക്കും മറ്റേ ഫാർമസിസ്റ്റിനും ഡെൻ്റൽ ഡോക്ടേഴ്സിനും എല്ലാം അങ്ങനെ ഒരു അപ്രൊബച്യോൺ ചെയ്യണം. അത് 2 പാർട്ടായിട്ടാണ്. അത് ഒന്ന് ഒരു ഫാക്ഷ്പ്രാക് പ്രൂഫിംഗ് എന്ന് പറയും, അത് ജസ്റ്റ് ടെക്നിക്കൽ ലാംഗ്വേജ് കോഴ്സ്. രണ്ടാമത്തെ ഒരു കെന്നിസ് പ്രൂഫിംഗ് എന്ന് പറയും, അത് നമ്മൾ 4 വർഷം പഠിച്ച ഫാർമസി മുഴുവനും പിന്നെ അതിൻ്റെ കൂടെ ഇവിടുത്തെ ലോയും എല്ലാം കൂടെ ഉള്ള ഒരു പരീക്ഷയാണ് ലാസ്റ്റിലത്തെ. അപ്പോൾ അത് 2 പാസ്സായി കഴിയുമ്പോൾ നമുക്ക് ലൈസൻസ് കിട്ടത്തുള്ളൂ ഇവിടെ ജോലി ചെയ്യാനായിട്ടുള്ള. അപ്പോൾ ചേച്ചി എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്? അപ്പം B1 ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തു. ഞങ്ങൾ കൊളോണിൻ്റെ അടുത്തായതുകൊണ്ട് എൻ്റെ ബെച്ചിസ്രഗ്യൂറും കൊളോണാണ്. അപ്പം അവിടുന്ന് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഞാൻ ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് എൻ്റെ CV വെച്ച് അവർക്ക് അയച്ചു കൊടുത്തു. അവർ അത് അപ്ലൈ ചെയ്ത് ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചൊരു മറുപടി അയക്കും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റായി, ഇനി നിങ്ങൾക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാവുന്നുള്ളത്, ബാക്കി പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാവുന്നുള്ളത്. ചേച്ചി കെന്നിസ് പ്രൂഫിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ആപ്ലിക്കേഷൻ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തേ? അപ്പം നമ്മൾ ബെച്ചിസ് റെഗ്യൂറിംഗ് എന്നുള്ള അവിടെ വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ആ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അവസാനത്തെ വർഷത്തെ സർട്ടിഫിക്കറ്റുകൾ അതെല്ലാം അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ, പിന്നെ അവസാനത്തെ നമ്മുടെ നാട്ടിലെ ഉള്ള ഫാർമസി കൗൺസിലിൽ നമ്മൾ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റായിട്ട് നാട്ടിലായിരുന്നെന്നുള്ള സർട്ടിഫിക്കറ്റ്, പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം അതിൻ്റെ കോപ്പി അറ്റസ്റ്റ് ചെയ്ത് ആപ്ലിക്കേഷനായിട്ട് ബെച്ചിസ് റെഗ്യൂറിംഗിൽ അയച്ചു കൊടുക്കണം. അപ്പോൾ ചേച്ചി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു, ഇനി അത് കഴിഞ്ഞ് ചേച്ചി ചെയ്ത പ്രൊസീജിയർ എന്തൊക്കെയായിരുന്നു? ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ B2 കംപ്ലീറ്റ് ചെയ്തു. B2 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാൻ B2 C1 മെഡിക്കൽ കോഴ്സ് അങ്ങനെ ഒരു കോഴ്സ് കണ്ടുപിടിക്കാൻ നോക്കി. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ചു. അത് കൊളോണിൽ മീബെക് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. അത് 1 മാസത്തെ കോഴ്സാണ്, നല്ല ഇൻറ്റൻസീവായിട്ടൊരു കോഴ്സായിരുന്നു. അങ്ങനെ 1 മാസം ഞാൻ ആ കോഴ്സ് ചെയ്തു. ആ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എക്സാമിന് റെഡിയാണ്. അപ്പം അവർ എക്സാമിനുള്ള ഫീസ് അടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ് അയച്ചു തരും. കോഴ്സ് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ ഡേറ്റ്. ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. അത് 1 മണിക്കൂറത്തെ ഒരു എക്സാമാണ്. 1 മണിക്കൂർ എക്സാം കഴിയുന്നുണ്ടേ അവർ നമ്മളോട് പറയും പാസ്സായില്ലോ എന്ന്. അങ്ങനെ 10 കഴിഞ്ഞപ്പം പാസ്സായെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പ്രൂഫും കഴിഞ്ഞു. ചേച്ചി അങ്ങനെ FSP പാസ്സായി കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്തത് ഈ കെന്നിസ് പ്രൂഫും കിട്ടാൻ വേണ്ടിയിട്ട്? ഞാൻ ഫാക്ഷ്പ്രാക് പ്രൂഫും കഴിഞ്ഞു. അപ്പോൾ അവർ നമുക്കൊരു പേപ്പർ തരും, നിങ്ങൾ ഫാക്ഷ്പ്രാക് പ്രൂഫും പാസ്സായി, ഇനി നിങ്ങൾക്ക് ഒരു 2 വർഷത്തെ ലിമിറ്റഡ് ആയിട്ട് ജോലി ചെയ്യാം. ഈ 2 വർഷത്തിനുള്ളിൽ നമ്മൾ കെന്നിസ് പ്രൂഫും എഴുതിയെടുക്കണം. പക്ഷെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ജോലി ചെയ്തില്ല.
അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റായിട്ട് ഫക്ഷ്ബർ പ്രൂഫ് കഴിഞ്ഞപ്പം കെന്നീസ് പ്രൂഫിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ചേച്ചി കെന്നീസ് പ്രൂഫിങ് എങ്ങനെയാണ് ചേച്ചി പ്രിപ്പയർ ചെയ്തത്? ലൈക്ക് എന്തെങ്കിലും കോഴ്സുകൾ എടുത്തോ, സ്വന്തമായിട്ടായിരുന്നോ, എങ്ങനെയായിരുന്നു? അപ്പോൾ ഞാൻ കെന്നീസ് പ്രൂഫിങ്ങിന് വേണ്ടി ഒരു കോഴ്സ് ചെയ്തായിരുന്നു. അതും മീബക്കിൽ തന്നെ കൊണ്ടുള്ള അതിന് 3 മാസത്തെ കോഴ്സായിരുന്നു. അപ്പോൾ അതിൻ്റെ അത് ഫാർമക്കോളജി വരും, ക്ലിനിക്കൽ ഫാർമസി വരും, പിന്നെ ജർമ്മൻ ഒരു ലോ വരും. അതെല്ലാം കൂടെ ഞാനൊരു 3 മാസത്തെ കോഴ്സ് ചെയ്തു. പിന്നെ ഒരു 3 മാസം വീട്ടിലിരുന്ന് നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കെന്നീസ് പ്രൂഫും പോയി അറ്റൻഡ് ചെയ്തത്. അതൊരു 45 മിനിറ്റത്തെ ഒരു എക്സാമാണ്. 3 പാർട്ടായിട്ടാണ് നടക്കുന്നത്. ആദ്യത്തെ പാർട്ട് ഫാർമക്കോളജി, പിന്നെ രണ്ടാമത്തെ പാർട്ട് നമ്മൾ വരുന്ന പരീക്ഷയ്ക്ക് ഇരിക്കുന്ന പ്രൊഫസറിനെ അനുസരിച്ചിരിക്കും. പിന്നെ മൂന്നാമത്തെ ലോ, അത് നിർബന്ധമായിട്ടുള്ളതാണ്. അത് 3 കൂടെ കഴിയുമ്പോഴത്തേന് അതും ഒരു 10 മിനിറ്റ് കഴിയുമ്പം അവർ റിസൾട്ട് പറയും പാസ്സായോ പാസ്സായില്ലയോ എന്ന്. ചേച്ചി ഇതെല്ലാം ജർമ്മനിലല്ലേ നടക്കുന്നത്? എല്ലാം ജർമ്മനിൽ തന്നെയായിരുന്നു. എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ജോബ് ഹണ്ട് പ്രോസസ്സ്? ഞാൻ കെന്നീസ് പ്രൂഫും പാസ്സായി. കെന്നീസ് പ്രൂഫും പാസ്സായി കഴിയുമ്പം അവർ പിന്നെ നമുക്കൊരു എഴുത്തയക്കും, ഇങ്ങനെ പാസ്സായി. അപ്പം നമ്മൾ ഫ്യൂറും സോയിഗ്നസ് മറ്റേ പോലീസിൻ്റെ അവിടെ കേസില്ല, നമ്മളെ ഹെൽത്തിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നമ്മൾ അയക്കുമ്പോഴത്തേനും നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് മുമ്പേ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഞാൻ അപ്ലൈ ചെയ്തത് ഡയറക്റ്റ് അപ്പോത്തിക്കൽ ഫാർമസിയിൽ പോയി ചോദിച്ചിട്ട് അപ്ലൈ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഫാർമസിയിൽ ഞാൻ കയറി. അങ്ങനെ വലിയ ഒരു ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യണമെങ്കിൽ വലിയ പ്രയാസമൊന്നുമില്ല എവിടെയെങ്കിലും ജോലി കിട്ടാൻ. കാരണം എല്ലാവർക്കും എപ്പോഴും അത്യാവശ്യമായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കിട്ടുമായിരുന്നു. അല്ലാതെ ഞാൻ വലിയ ഫോർത്തിലൊന്നും അപ്ലൈ ചെയ്തൊന്നുമില്ല. അപ്പോൾ ചേച്ചിക്ക് ജോലി കിട്ടി. അപ്പോൾ എങ്ങനെയായിരുന്നു ഇൻ്റർവ്യൂവും അതുപോലെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ചേച്ചി സബ്മിറ്റ് ചെയ്തോ? എങ്ങനെയായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ്? ഞാൻ അപ്ലൈ ചെയ്തു. ജോബ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ ഞാൻ എൻ്റെ CV-യും പിന്നെ അറ്റസ്റ്റ് ചെയ്ത എൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ടാണ് ചെന്നത്. അവിടെ ചെന്ന് എൻ്റെ ബോസ് എന്നോട് ചോദിച്ചു ഞാൻ എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്താണെന്ന്. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അവരെ ലീഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരു അരമണിക്കൂർ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ജോലി ശരിയായി. അങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. അല്ലാതെ വലിയ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഏറ്റവും കൂടുതൽ അറിയാനായിട്ട് താല്പര്യം, ചേച്ചി ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് ചേച്ചിയുടെ ഒരു ദിവസം എങ്ങനെയാണ് ജർമ്മനിയിൽ കടന്നു പോകുന്നതെന്ന് പറയാമോ? ഞാനിവിടെ ആഴ്ചയിൽ 3.5 ദിവസമാണ് ജോലി ചെയ്യുന്നത്. അപ്പം രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6:30 വരെ, പിന്നെ ഒരു ദിവസം ഹാഫായിട്ടും. അപ്പോൾ രാവിലെ 8 മണിക്ക് തുടങ്ങും. രാവിലെ 8 മണിക്ക് അത് തുറന്നു കഴിയുമ്പം ആൾക്കാർ പ്രിസ്ക്രിപ്ഷനായിട്ട് വരും. അപ്പം അങ്ങനെയുള്ള മരുന്ന് കൊടുക്കും. പിന്നെ ചിലവർ മരുന്നിൻ്റെ സംശയമായിട്ട് വരും. ചിലവർക്ക് ഈ ഇൻഫൂങ്ങിനെ പറ്റിയൊക്കെ അറിയേണ്ടി കാണും. ചിലവർക്ക് ഇപ്പോൾ യാത്ര ചെയ്യുമ്പം അതിനുള്ള പറ്റിയൊക്കെ അറിയേണ്ടി വരുന്നുണ്ട്. പിന്നെ ചിലരിങ്ങനെ വീട്ടിൽ മരുന്ന് ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ മേടിച്ച് വെക്കേണ്ടി അതിനെപ്പറ്റി അറിയുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ കൊടുക്കും. പിന്നെ പ്രായമായവർ ഈ ഡയപ്പർ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സംശയമായിട്ട് വരും. അതൊക്കെ ക്ലിയർ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം ഇവിടെ നമ്മുടെ ഒരു BP പോലത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് വല്ലതും കൊടുക്കണമെങ്കിൽ പോലും നമുക്ക് ഇൻഷുറൻസിൽ നിന്ന് പെർമിഷൻ മേടിക്കണം, ഇത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം അതൊക്കെ ഇൻഷുറൻസുമായിട്ട് ക്ലിയർ ചെയ്യണം. പിന്നെ ഡോക്ടർമാരുമായിട്ട് സംസാരിക്കേണ്ടി വരും. അങ്ങനെ ഓരോ ദിവസം കടന്നു പോകുന്നത്. നല്ല തിരക്കുള്ള ദിവസങ്ങളുണ്ട്, നല്ല ആദ്യം തിരക്കില്ലാത്ത ദിവസങ്ങളുമുണ്ട്. ചേച്ചി നാട്ടിലൊക്കെ ബീഫാം പഠിക്കുന്ന ഒരുപാട് പേർക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇനിയും ചോദിക്കാൻ പോകുന്നത്. ജർമ്മനിയിൽ ഫാർമസിസ്റ്റിന് സ്കോപ്പ് ഉണ്ടോ? ഫാർമസിസ്റ്റിന് ഇവിടെ നല്ല സ്കോപ്പാണ്. ഇവിടെ ഇപ്പം കുറേ ഫാർമസികൾ അടച്ചു, കാരണം ഫാർമസിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഇവിടെ വന്നാലോ ഉറപ്പായിട്ടും സ്കോപ്പുണ്ട്. പിന്നെ കമ്പനികളിലാണെങ്കിൽ പോലും ഫാർമസിസ്റ്റിന് നല്ല സ്കോപ്പാണ്. പക്ഷേ എക്സ്പീരിയൻസും വേണം, ജർമ്മനും വേണം. ഇത് രണ്ടും ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചേച്ചി ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് ഇവിടെ ജോലി ചെയ്യുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സാണ് ചേച്ചിക്ക് കിട്ടുന്നത്? നല്ല റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്, നല്ല സാലറിയാണ്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഫാർമസിയിൽ തന്നെ എനിക്ക് 10% എൻ്റെ മരുന്നിനൊക്കെ വില കുറച്ച് കിട്ടും. പിന്നെ ഇവിടെ ഇപ്പം എനിക്കൊന്ന് പനി വന്നാലോ എനിക്ക് 2 ദിവസം ഡോക്ടറിൻ്റെ അറ്റസ്റ്റേഷൻ ഇല്ലാതെ തന്നെ വീട്ടിലിരിക്കാം. അതും മൈനസ് അവറായിട്ടൊന്നും പോത്തുമില്ല. പിന്നെ എൻ്റെ വർക്ക് ടൈം എനിക്ക് എപ്പോഴും ഫ്ലെക്സിബിളാണ്. ഇപ്പം പിള്ളേർക്കൊന്ന് വയ്യ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാലും ആരും ഒന്നും പറയത്തില്ല, എന്നാൽ പോയിട്ട് പിന്നെ എപ്പോഴേലും അത് ചെയ്താൽ മതി എന്നുള്ളത്. ഇപ്പോൾ 2 മണിക്കൂർ എക്സ്ട്രാ ചെയ്താൽ പിന്നെ എനിക്ക് എപ്പോഴേലും 2 മണിക്കൂർ കുറച്ച് ചെയ്താൽ മതി. അതൊക്കെ എനിക്ക് നല്ല ബെനിഫിറ്റായിട്ടാണ് തോന്നുന്നത്. ചേച്ചി നാട്ടിലൊരു ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തു, അതുപോലെ ഇവിടെ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ചേച്ചിക്ക് നാട്ടിലെ ജോലിയും അതുപോലെ ഇവിടുത്തെ ജോലിയും തമ്മിൽ തോന്നിയത്? ഞാൻ നാട്ടിലൊരു 4 വർഷം ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്തതാണ്. അപ്പം നാട്ടിലുമായിട്ട് ഇവിടെയുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. അവിടെ ഒരു ഫിക്സഡ് വർക്ക് ടൈമിംഗ് ഇല്ല. ഇവിടെ ആകുമ്പോൾ കറക്റ്റ് ഒരു ഫിക്സഡ് വർക്ക് ടൈമിംഗ് ഉണ്ട്. ഇത്ര മണിക്കൂർ ജോലി ചെയ്താൽ മതി. പിന്നെ നല്ല റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല പേയ്മെൻറ്റും ഉണ്ട്. അതൊക്കെയാണ് ഇവിടെ നാട്ടിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള പോസിറ്റീവ്സ്. ചേച്ചി ഇപ്പോൾ ഇവിടെ ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര യൂറോ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം സാലറി ആയിട്ട്?
ഇപ്പം ഇവിടെ പഠിച്ചിറങ്ങുന്ന ഒരാൾക്കാണെങ്കിൽ മിനിമം ഒരു 3600 കിട്ടണമെന്നുള്ളതാണ്. മിനിമം ഈ 3600 പ്ലസ് ഒരു 30-20% ഒക്കെ കൂടുതൽ കിട്ടും നമ്മൾ ജോലി ചെയ്യുന്ന ഫാർമസി അനുസരിച്ച്. ഈ 3600 പറയുന്ന ഗ്രോസ് എമൗണ്ട് അല്ലേ ചേച്ചി പറയുന്നത്? ഗ്രോസ്. ചേച്ചി ഇപ്പം നാട്ടിൽ +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് ജർമ്മനിയിൽ വന്ന് ഫാർമസിയിൽ ബാച്ചിലേഴ്സ് എടുക്കണം, അത് സാധ്യമാണോ ഇവിടെ? നാട്ടിൽ പഠിച്ച ഒരാൾക്ക് +2 കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ബാക്കി ഫാർമസി പഠിക്കാം. പക്ഷേ അതും ഇതുപോലെ തന്നെ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ജർമ്മൻ C1 വരെ. ജർമ്മൻ C1 കഴിഞ്ഞിട്ട് നമ്മുടെ +2ൻ്റെ മാർക്കും ഒക്കെ വെച്ചിട്ട് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാം. അപ്പം പിന്നെ യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളെ എടുക്കണോ വേണ്ടോ എന്നുള്ളത്. പക്ഷേ ചെയ്യാം. അതൊരു 5 വർഷത്തെ കോഴ്സാണ്. 4 വർഷം പിന്നെ 1 വർഷം പ്രാക്ടിക്കും. +2 കഴിഞ്ഞ് വരുന്നുണ്ട് സ്റ്റുഡൻറ് കോളേജും അവർ ചെയ്യണമായിരിക്കും. അങ്ങനെ കറക്റ്റ്. ചേച്ചി ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പം മാസ്റ്റർ കോഴ്സസ് ഒക്കെ ഉണ്ടോ ഫാർമസിയിൽ ചെയ്യാനായിട്ട്? ബാച്ചിലർ കഴിഞ്ഞ് നാട്ടിൽ പോയി ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാം. പക്ഷേ അവർ ഫാർമസിക്ക് വേണ്ടിയല്ല മാസ്റ്റേഴ്സ് ചെയ്യുന്നത്. അവർ പിന്നെ ഒന്നുകിൽ കമ്പനി ജോലി ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ റിസർച്ച് പർപ്പസിന് വേണ്ടിയൊക്കെയാണ്. ഒന്നുകിൽ PhD ചെയ്യാനോ അല്ലെങ്കിൽ കമ്പനി റിസർച്ച് ചെയ്യാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ ഫാർമസി ജോലി ചെയ്യാൻ വേണ്ടി ആരും മാസ്റ്റേഴ്സ് ചെയ്യത്തില്ല. ചേച്ചി ഫാർമസിസ്റ്റ് ഇവിടെ ജോലി ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിനിങ്ങുകളോ അല്ലെങ്കിൽ വൈറ്റൽ ബിൽഡിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? വൈറ്റൽ ബിൽഡിംഗ് ഉണ്ട്. അത് ഞങ്ങൾക്ക് മസ്റ്റാണ് വൈറ്റൽ ബിൽഡിംഗ് ചെയ്യണമെന്നുള്ളത്. മാസ്റ്റ് ചിലപ്പം 2 എണ്ണം കാണുമായിരിക്കും, ചിലപ്പോൾ 1 കാണുമായിരിക്കും. എന്നിട്ടും നമ്മളതെല്ലാം എപ്പോഴും നമുക്ക് പോയിന്റ് കിട്ടും ഓരോ വൈറ്റൽ ബിൽഡിംഗ് ചെയ്തതിനും. അത് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ വൈറ്റൽ ബിൽഡിംഗ് ചെയ്തില്ലെങ്കിൽ അതൊരു മൈനസായിട്ട് വരും. അപ്പം നമ്മുടെ ഫാർമസി കൗൺസിലിൽ നിന്ന് പറയും നിങ്ങൾ മസ്റ്റായിട്ട് ആ വൈറ്റൽ ബിൽഡിംഗ് ചെയ്യണമെന്ന്. ചേച്ചി അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ആർക്കെങ്കിലും ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാനായിട്ട് ഇവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതേ പ്രൊസീജിയർ തന്നെയാണോ അവർ ഫോളോ ചെയ്യേണ്ടത്? നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഈ സെയിം പ്രൊസീജിയർ തന്നെ. B2 വരെ ജർമ്മൻ, പിന്നെ B2 C1 മെഡിക്കൽ. പക്ഷേ അവർ നാട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഏത് സ്റ്റേറ്റാണ് വരുന്നതെന്നോ എവിടെയാണ് വരുന്നതെന്നോ അവർ തന്നെ ചൂസ് ചെയ്താൽ അവർക്ക് എളുപ്പമായിരിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് ഇനി വരാൻ പോകുന്ന ആൾക്കാർക്ക് എന്തൊക്കെയാണ് ചേച്ചിക്ക് ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് ഇവിടെ ജോലി ചെയ്യുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ടിപ്സ് എന്ന് പറയുന്നത്? ജർമ്മൻ നല്ലതായിട്ട് അറിഞ്ഞിരിക്കണം, അത് മെയിൻ ഇത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ല കഷ്ടപ്പെട്ട് പഠിക്കാൻ ഇച്ചിരി മൈൻഡ് സെറ്റുമായിട്ട് വേണം വരാൻ. 4 വർഷം പഠിച്ചതും അതിൻ്റെ കൂടെ തന്നെ ജർമ്മൻ ലോയും കൂടെ പഠിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പാസ്സാവാൻ പറ്റാത്തതൊന്നുമല്ല, പക്ഷെ നല്ലതായിട്ട് കഷ്ടപ്പെടണം. പിന്നെ ഈ എക്സാം 3 പ്രാവശ്യം എഴുതാൻ പറ്റത്തുള്ളൂ. 3 പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങും പോയാലും അത് എഴുതാൻ പറ്റത്തില്ല. ചേച്ചി ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഇത്രയും ഒരു ഫാർമസിസ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നതിന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവായി തോന്നിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫാർമസിസ്റ്റിൻ്റെ ലൈഫ് ജർമ്മനിയിൽ കടന്നു പോകുന്നത്. അതുപോലെ ഒരു ഫാർമസിസ്റ്റായിട്ട് നമ്മൾ ജോലി ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അതുപോലെ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചേച്ചി പറഞ്ഞു തന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയുക. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.